ആ ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും SLB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അമൽ സാറാണ്. എടാ മക്കളെ, എല്ലാവരും ഓരോ പരീക്ഷകൾക്ക് വേണ്ടി, ചിലർ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്, ചിലര് കമ്പനി ബോർഡ് എലിജിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. നിങ്ങൾ ഏത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്താൽ പോലും SCRT ചാപ്റ്റേഴ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യം. പലരും ചോദിക്കുന്ന കാര്യമാണ്, സാർ ഇന്ത്യൻ ഭൂമിശാസ്ത്രം വളരെ വാസ്റ്റായിട്ട് പഠിക്കാനുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ. അപ്പം അതിൽ ഹിമാലയം, ഭൂപ്രകൃതിയുടെ സവിശേഷതകളൊക്കെ വളരെ വാസ്റ്റായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ഒരു സ്മാർട്ട് വർക്കിലൂടെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ഒരു ഭാഗം വളരെ എളുപ്പമെന്ന്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കൈ എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ട് മാറും. അതായത് എല്ലാ ഉദ്യോഗാർത്ഥികളും ഓരോ സമയത്ത് നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ്, സാറേ ഈ ചാപ്റ്റർ ഈ ഒരു ടോപ്പിക് പഠിക്കണമെങ്കിൽ SCRTയിൽ ഏത് ചാപ്റ്റർ പഠിക്കണം, ഏത് പുസ്തകം പഠിക്കണം, ഏത് ക്ലാസ് പഠിക്കണം? നിങ്ങൾ ഇന്ത്യൻ ഭൂമിശാസ്ത്രം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ SCRTയിലെ 9ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് പഠിക്കണം. 9ാം ക്ലാസ് ജോഗ്രഫി പഠിക്കണം. ഇനി അതുപോലെ തന്നെ NCERT ആണ് നോക്കുന്നതെങ്കിൽ NCERT 9ാം ക്ലാസ്സിലെ ജോഗ്രഫി നോക്കണം. ഇത് രണ്ടും നിങ്ങൾ കൃത്യമായി 9ാം ക്ലാസ്സിലെ ജോഗ്രഫി നോക്കണം, 9ാം ക്ലാസ് NCERTയിലെ ജോഗ്രഫി നോക്കണം, 9ാം ക്ലാസ് SCRTയിലെയും ജോഗ്രഫി. SCRTയിലേക്ക് വരുമ്പോൾ സോഷ്യൽ സയൻസ് 2 എന്നാണ്, NCERT ജോഗ്രഫി എന്ന് തന്നെയാണ് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 9ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, 9ാം ക്ലാസ്സിൽ ജോഗ്രഫി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായും ഞാൻ പറയാം, നിങ്ങൾക്ക് നല്ല സ്കോർ, അത് ഡിഗ്രി ലെവലാകട്ടെ, അത് 10th ലെവലാകട്ടെ, ഇനി ഫോഴ്സിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതാകട്ടെ, ഏത് പരീക്ഷയായാലും ശരി, നിങ്ങൾക്ക് വളരെയധികം രീതിയിൽ ഈ ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ ഹെൽപ്പ് ചെയ്യും. നമുക്ക് നോക്കാം. SCRT ക്ലാസ് 9ലെ സോഷ്യൽ സയൻസിലെ സോഷ്യൽ സയൻസ് 2ലെ പാർട്ട് 1ലെയും പാർട്ട് 2ലെയും ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രം ഏകദേശം ഒരു 90%, വേണ്ട അത്രയും ഞാൻ കൂട്ടുന്നില്ല, ഒരു 70% നിങ്ങൾക്ക് കവർ ചെയ്ത് മാറാൻ പറ്റും. ഇന്ത്യൻ ഭൂമിശാസ്ത്രം, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രമായിട്ടുള്ള സവിശേഷതകൾ, ഇന്ത്യയിൽ ഭൂമിശാസ്ത്രപരമായിട്ട് ഏതൊക്കെ രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ രീതിയിൽ വർഗീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം. ഹിമാലയം, ഉത്തരപർവ്വത മേഖല, ഉപദ്വീപീയ പീഠഭൂമി, ഉത്തര മഹാസമതലം, ദ്വീപുകൾ, അതുപോലെ തന്നെ മരുഭൂമികൾ, തീരസമതലങ്ങൾ, അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് ഇന്ത്യൻ ഭൂമിശാസ്ത്രം. നിങ്ങൾ ഏതെങ്കിലും ഒരു സോഴ്സ് വെച്ച് പഠിക്കുകയാണ് എങ്കിൽ ആ സോഴ്സുകളിലെല്ലാം തന്നെ വളരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത്രയ്ക്കൊന്നും പോകണ്ട, കാരണം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം പലതും വരുന്നത് SCRT NCERT പുസ്തകങ്ങളിൽ നിന്നാണ്. അപ്പോൾ SCRT പാഠപുസ്തകങ്ങളിൽ ഈ പറയുന്ന ചാപ്റ്ററുകൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി തന്നെയും നിങ്ങൾക്ക് ഈ ഭാഗം മുഴുവനായും പഠിച്ചു തീർക്കാൻ പറ്റും. ഏതൊക്കെ ചാപ്റ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തിൻ്റെ നെറുകയിൽ എന്ന് പറയുന്നൊരു അധ്യായമുണ്ട്. അവിടെ ഉത്തരപർവ്വത മേഖലയെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഉത്തരപർവ്വത മേഖല 20 പേജോളം വരുന്നൊരു ചാപ്റ്ററാണ് ഉത്തരപർവ്വത മേഖല. അവിടെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഉത്തരപർവ്വത മേഖലയിലെ ജോഗ്രഫിക്കലായിട്ടുള്ള ഫീച്ചേഴ്സ് തുടങ്ങി അവിടുത്തെ കൃഷി, സംസ്കാരം, ജനജീവിതം, വന്യജീവി സങ്കേതങ്ങൾ, അവിടുത്തെ ചുരങ്ങളൊക്കെ സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. ചുരങ്ങൾ അടക്കമുള്ള ഭാഗങ്ങൾ ഈ പറയുന്ന അധ്യായത്തിൽ നിന്ന് കിട്ടും. വിശാല സമതല ഭൂമിയിൽ, അതെന്ന് പറഞ്ഞാൽ ഉത്തര മഹാസമതലത്തെ പറ്റിയാണ് പറയുന്നത്. ഉത്തര മഹാസമതലം, അവിടെ ഭൂമി, അവിടുത്തെ എങ്ങനെയാണ് ഒരു സമതലം ഉണ്ടാകുന്നത്, ഉത്തരമഹാസമതലത്തിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രാദേശിക വിഭജനങ്ങളിൽ നിന്ന് തുടങ്ങി ഉത്തരമഹാസമുദ്രത്തിലെ മണ്ണിനങ്ങളെ പറ്റിയും പഠിക്കാനുണ്ട്, അവിടുത്തെ ജനജീവിതത്തെ പറ്റി പഠിക്കാനുണ്ട്,
ഖാരിഫ് വിളകളെ പറ്റി പഠിക്കാനുണ്ട്, റാബി വിളകളെ പറ്റി പഠിക്കാനുണ്ട്, കാലാവസ്ഥയെ പറ്റി പഠിക്കാനുണ്ട്, മൺസൂണെ പറ്റി പഠിക്കാനുണ്ട്, ലൂ പഠിക്കാനുണ്ട്. അങ്ങനെ വളരെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു ഭാഗമാണ് വിശാല സമതല ഭൂമിയിൽ. അവിടെ ഏകദേശം ഒരു 30-20 പേജോളം വരുന്ന ഒരു ചാപ്റ്ററാണ് അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഉത്തരമഹാസമതല പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് പഠിച്ചു കഴിയും. ഇനി ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി. അവിടെ ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റിയാണ് പറയുന്നത്. ഉപദ്വീപീയ പീഠഭൂമി. എടാ, ഈ ചാപ്റ്ററിന്റെ ഒരു പ്രത്യേകത, സ്ഥിരമായിട്ട് PSCക്ക് ഒരു ചോദ്യം വരുന്നത് ഈ ചാപ്റ്ററിൽ നിന്നാണ്. അതായത് ഉപദ്വീപീയ പീഠഭൂമിയിലെ അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ വർഗീകരണം, ആ വർഗീകരണത്തിൽ നിന്ന് തുടങ്ങി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ആരവല്ലി റേഞ്ചസ് ഒക്കെ കഴിഞ്ഞ് നേരെ വരുന്നത് 2 മലനിരകളെ പറ്റിയാണ്. ഒന്നെന്ന് പറയാം പശ്ചിമഘട്ടവും, മറ്റൊന്ന് പൂർവ്വഘട്ടവും. ഈ പശ്ചിമഘട്ടത്തിന്റെ നീളം, പൂർവ്വഘട്ടത്തിന്റെ നീളം, പശ്ചിമഘട്ടത്തിലെ പ്രധാനപ്പെട്ട കുന്നുകൾ, അതുപോലെ തന്നെ ഉയരം കൂടിയ കൊടുമുടി, രണ്ടാമത്തെ കൊടുമുടി, ദോഡാബേട്ടി, മാനമലയും മാനമുടിയും പാൽക്കൊണ്ടമലയും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ് ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റി പഠിക്കുന്ന ചരിത്രം, ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്ന് പറയുന്ന ഒരു അധ്യായം. ഈ അധ്യായവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർക്ക് രണ്ട് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഈ പറയുന്ന ഒറ്റ ചാപ്റ്ററിൽ നിന്നാണ്. ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ വന്ന് ഈ ഒറ്റ ചാപ്റ്ററിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം രീതിയിൽ നിങ്ങളെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, SSCRT ചാപ്റ്റർ, SSCRT അധ്യായങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSCയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് സിലബസുമായി ബന്ധപ്പെടുത്തി എവിടെന്നെങ്കിലും ചാപ്റ്റേഴ്സിന് ചോദ്യങ്ങളുണ്ട് എങ്കിൽ അത് നിങ്ങൾ കൃത്യമായി പഠിച്ചു പോകണം. കഴിഞ്ഞ BFOയ്ക്ക് ചോദിച്ചൊരു ചോദ്യമായിരുന്നു താഴ്വരക്കാറ്റിൽ നിന്നുള്ള ചോദ്യം. താഴ്വരക്കാറ്റിനെ പറ്റിയൊക്കെ വളരെ ഹൈഗ്രോമീറ്റർ അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ള 10ാം ക്ലാസ്സിലെ ജോഗ്രഫി എന്നാണ്. അപ്പോൾ 10ാം ക്ലാസ്സിലെ ജോഗ്രഫിയിൽ എന്തെല്ലാം പഠിക്കണോ നമ്മൾ അടുത്ത ഒരു വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ 9ാം ക്ലാസ് നിങ്ങൾ പഠിക്കും. 9ാം ക്ലാസ്സിൽ ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്ന് പറയുന്ന ഒരു അധ്യായം ഉപദ്വീപീയ പീഠഭൂമിയെ പറ്റിയാണ് വളരെ വിശാലമായിട്ടും എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഇനി മണലാരണ്യത്തിലൂടെ തീരങ്ങളിലൂടെ, ഈ മണലാരണ്യത്തിലൂടെ എന്ന് പറയുന്ന ഒരു അധ്യായത്തിൽ നമ്മുടെ മരുഭൂമിയെ പറ്റിയാണ് പറയുന്നത്. ഈ മരുഭൂമിയെ പറ്റി പറയുമ്പോൾ അവിടെ എങ്ങനെയാണ് മരുഭൂമി ഉണ്ടാകുന്നത്, മരുഭൂമിയുടെ പലതരത്തിലുള്ള ഭൂരൂപങ്ങളെ പറ്റി പറയാനുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ലൂണി നദിയെ പറ്റി പറയുന്നുണ്ട്, ലൂവിനെ പറ്റി പറയുന്നുണ്ട്, അവിടുത്തെ കാലാവസ്ഥയെ പറ്റി പറയുന്നുണ്ട്. ഒരുപക്ഷെ നാളുകളിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് താഴെ പറയുന്ന പ്രസ്താവനകളിൽ മരുഭൂമി ഉണ്ടാകാൻ കാരണമാകുന്ന പ്രതിഭാസങ്ങൾ എന്തെല്ലാമാണെന്നുള്ള രീതി പ്രസ്താവനകൾ അടക്കമുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് മണലാരണ്യത്തിലൂടെ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. അത് തീരങ്ങളിലൂടെ എന്നുള്ള ചാപ്റ്ററിൽ തീരങ്ങളെ പറ്റി പറയുന്നുണ്ട്, ദ്വീപുകളെ പറ്റി പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇന്ത്യയിലെ 2 തീരപ്രദേശങ്ങളെ പറ്റി പറയുന്നുണ്ട്. ആ തീരപ്രദേശത്തെ പറ്റി പറയുമ്പോൾ തന്നെ ആ തീരങ്ങളിലുള്ള അഴി, പൊഴി, അതുപോലെ തന്നെ ഡെൽറ്റ, അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ട് ക്ലിഫ് രൂപീകരണം, അങ്ങനെ അതിൻ്റെയും ഭൂരൂപങ്ങളെയും പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ് തീരങ്ങളിലൂടെ എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പം ഈ ചാപ്റ്ററുകളെല്ലാം തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോവുകയാണ് എങ്കിൽ അത് ഡിഗ്രി ലെവലാകട്ടെ, +2 ലെവലാകട്ടെ, 10th ലെവലാകട്ടെ, ഏതൊരു പരീക്ഷയ്ക്കും ഇന്ത്യൻ ഭൂമിശാസ്ത്രം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ആ ഇന്ത്യൻ ഭൂമിശാസ്ത്രം കൃത്യമായി നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ചാപ്റ്ററാണ്, ക്ലാസ്സാണ് 9ാം ക്ലാസ്സിലെ ജോഗ്രഫി. ഇനി അത് NCERTയിലേക്ക് വരുവാണെങ്കിൽ ആദ്യത്തെ ചാപ്റ്ററിൽ ഇന്ത്യയുടെ അക്ഷാംശത്തെ പറ്റിയും രേഖാംശത്തെ പറ്റിയുമാണ് പറയുന്നതെങ്കിൽ, ഇന്ത്യയിലെ സ്റ്റേറ്റുകളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ, 2ാമത്തെ അധ്യായത്തിൽ ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങൾ, ഹിമാലയം, അതുപോലെ തന്നെ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരങ്ങൾ, ദ്വീപുകളെ പറ്റിയാണ് 2ാമത്തെ ചാപ്റ്റർ പറയുന്നതെങ്കിൽ, 3ാമത്തെ ചാപ്റ്ററിൽ നദികളെ പറ്റി പറയുന്നുണ്ട്. 4ാമത്തെ ചാപ്റ്ററിൽ അവിടെ ക്ലൈമറ്റിനെ പറ്റി പറയുന്നുണ്ട്. 5ാമത്തെ ചാപ്റ്ററിൽ വന സമ്പത്തിനെ പറ്റി പറയുന്നുണ്ട്. അപ്പം
NCERT വരുന്ന അങ്ങനെയാണ്. പക്ഷേ ഇവിടെ എന്താണ്, ഓരോന്നും എടുത്തെടുത്താണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങളത് കൃത്യമായി തന്നെ അത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടി നമുക്കൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ട കാര്യങ്ങൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മാത്രമല്ല, അതുപോലെ നിരവധിയായിട്ടുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾ വരാൻ പോവുകയാണ്. SBCID, SI, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അടക്കമുള്ള പരീക്ഷകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ഡിഗ്രി ലെവൽ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞ ഒരു സ്റ്റഡി പ്ലാനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അതായത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്. ഈ പ്ലാൻ പ്രകാരം നിങ്ങൾ പഠിച്ച് പോവുകയാണ് എങ്കിൽ ഉയർന്ന മാർഗം നേടി നിങ്ങൾക്ക് പരീക്ഷകളിൽ റാങ്ക് എത്താം എന്നുള്ളൊരു കാര്യമുണ്ട്. അതുപോലെ തന്നെ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. വീക്കിലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ PYQന്റെ പ്രാക്ടീസ് സെഷൻ ഉണ്ടായിരിക്കും. അതായത് ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് റാങ്ക് നേടാൻ നിങ്ങളെ സഹായിക്കുന്ന എപ്പോഴും എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നിങ്ങൾ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നോ അതനുസരിച്ച് നിങ്ങൾക്ക് എന്തിലേക്ക് എത്താൻ പറ്റും, റാങ്കുകളിലേക്ക് എത്താൻ സാധിക്കും. നിങ്ങളെ റാങ്ക് ഡിറ്റർമൈൻ ചെയ്യുന്ന എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ തന്നെയായിരിക്കും. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിന് വേണ്ടി സ്പെഷ്യൽ കറണ്ട് അഫയർ സെഷൻ അടക്കമുള്ള ഒരു ബാച്ചാണ് നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ബാച്ച്. ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഈ ബാച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 2026 നടക്കാൻ പോകുന്ന പരീക്ഷകളിൽ നിങ്ങൾ അതിൽ വിൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗാർത്ഥി, 100-ലൊരു ഉദ്യോഗാർത്ഥി നിങ്ങൾ ഒരാളായിരിക്കുമെന്ന് നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ AZB അക്കാഡമിയിലെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യുക. വരാൻ പോകുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഏതൊരു ഡിഗ്രി ലെവൽ എക്സാമിലും നിങ്ങൾക്ക് റാങ്ക് അച്ചീവ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുമെന്ന് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഡിഗ്രി ലെവൽ മാത്രമല്ല കേട്ടോ, EFIQ ഉണ്ട് നമ്മുടെ ബാച്ച്, ബിവറേജ് LDQ ഉണ്ട്. അപ്പം ഏതൊരു എക്സാമിനും നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം. താഴെ പറയുന്ന നമ്പറിൽ നേരെ എന്ത് ചെയ്യാം, നമ്മളെ ബന്ധപ്പെടുക. നമുക്ക് ബാച്ചിൽ കാണാം. ഓക്കെ, ബൈ.